ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 33-ാമത്തെ ശ്ലോകം നോക്കാം. അസൗ ഗുണമയൈർഭാവൈർഭൂതസൂക്ഷ്മേന്ദ്രിയാത്മഭിഃ സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുങ്ക്തേ ഭൂതേഷു തദ്ഗുണാൻ. അസൗ ഗുണമയൈർഭാവൈർ. അസൗ എന്ന് പറഞ്ഞാൽ ഈ ഭഗവാൻ, നമ്മുടെ ഉള്ളിലൊക്കെ ആത്മസ്വരൂപനായി കുടികൊള്ളുന്ന ഭഗവാൻ ഗുണമയൈർഭാവൈർ. ഗുണമയൈ ഭാവൈ രണ്ട് വാക്കുകളാണ് അവിടെ. ഗുണമയൈ എന്ന് പറഞ്ഞാൽ ഗുണമയത്തോടു കൂടിയ ഗുണസ്വരൂപങ്ങളായ ഭാവൈ ഭാവങ്ങളാൽ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മഭി. ഭൂതസൂക്ഷ്മങ്ങൾ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മരൂപത്തിലുള്ള പഞ്ചഭൂതങ്ങൾ, അതേപോലെ ഇന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളാകുമ്പോൾ നമുക്കറിയാം കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്. ഇതിലൂടെയൊക്കെ അനുഭവിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങളുമുണ്ട്. ഇതിൻ്റെയൊക്കെ പഞ്ചഭൂതങ്ങൾ, പഞ്ച ഇന്ദ്രിയങ്ങൾ, അതേപോലെ ആത്മഭി ആത്മാവ് എന്നിവയോടുകൂടി സ്വനിർമ്മിതേഷു തന്നാൽ തന്നെ നിർമ്മിക്കപ്പെട്ട, നിർവിഷ്ടോ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ പ്രവേശിച്ചവനായിട്ട്. അതായത് ഇവിടെ ഭഗവാൻ തന്നെ തന്നാൽ തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ 3 ഗുണങ്ങളിൽ അധിഷ്ഠിതമായ ഗുണസ്വരൂപങ്ങളോടുകൂടിയ ഈ ഈ ദേഹത്തിനുള്ളിൽ സൂക്ഷ്മഭാവത്തിൽ ഇവിടെ പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, ആത്മാവ് എന്നിവയോടൊക്കെ കൂടി നിർമ്മിച്ച ഈ ദേഹത്തിനുള്ളിൽ ഭഗവാൻ സ്വയം പ്രവേശിച്ചിട്ട് ഭുങ്ക്തേ ഭൂതേഷു തദ്ഗുണാൻ. ഭുങ്ക്തേ എന്ന് പറഞ്ഞാൽ ഭുജിപ്പിക്കുന്നു. ഭൂതേഷു സർവഭൂതങ്ങളെയും തദ്ഗുണാൻ അതാതിന് അനുരൂപമായിട്ടുള്ള വിഷയങ്ങളെ ഭുജിപ്പിക്കുന്നു. അപ്പോൾ ഈ സുഖവിഷയങ്ങളെയൊക്കെ അനുഭവിപ്പിക്കുന്നതായ ലീലയെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ശ്രീഹരി ഭഗവാൻ ആ ആകാശാദി സൂക്ഷ്മഭൂതങ്ങളെ, അതുപോലെ നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക് തുടങ്ങിയ പഞ്ച ഇന്ദ്രിയങ്ങളെ, അതുപോലെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സ് എന്നിവയോട് കൂടിയിട്ട് ഭഗവാൻ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ 4 വിധത്തിലുള്ള സൃഷ്ടിവർഗങ്ങളിലൊക്കെയും പ്രവേശിച്ചിട്ട് അതാത് സൃഷ്ടിവർഗങ്ങൾക്ക് അനുരൂപമായിട്ടുള്ള സുഖവിഷയങ്ങളെ ഭഗവാൻ തന്നെയാണ് ഉള്ളിലിരുന്ന് അനുഭവിപ്പിക്കുന്നത്. അതേസമയം ഭഗവാൻ ഇത് അനുഭവിക്കുന്നില്ല. ഭഗവാൻ അവിടെ സാക്ഷിയായിട്ട് മാത്രമാണ് ഇരിക്കുന്നത്. അപ്പോൾ അതാത് പ്രാണിവർഗങ്ങളിൽ ജീവരൂപേണ ഉള്ളിൽ പ്രവേശിച്ചിട്ട് വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ശ്രീഹരി ഭഗവാനാൽ അതാത് ജീവന്മാരനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ അവിടെ സാക്ഷിയായിരുന്ന ഭഗവാൻ എല്ലാം കാണുകയും, എന്നാൽ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഭഗവാൻ ഇവിടെ അജ്ഞാനബന്ധം നിശേഷമില്ലാത്തവനായതുകൊണ്ട് തന്നെ ഇതിനൊക്കെ കാരണഭൂതനായിരുന്നു കൊണ്ട് ഇതിൻ്റെയൊക്കെ ഇവിടെ ഭുങ്ക്തേ എന്ന് പറയുന്നത് തന്നെ അവരെ ഭുജിപ്പിക്കുന്നു എന്നാണ്. അതായത് ഭഗവാൻ സാക്ഷിയായി മാത്രമാണ് ഇരിക്കുന്നതെന്ന് പറയാതെ പറയുകയാണ്. ഓരോ ജീവനെയും അതിനനുയോജ്യമായ അവരുടെ പ്രാരബ്ധ കർമ്മങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ശരീരത്തെ സ്വീകരിപ്പിച്ച് അതിനുള്ളിൽ പ്രവേശിച്ച് അതിന് സാക്ഷിയായിരുന്നു കൊണ്ട് ഇവയെ കൊണ്ട്, ഈ ശരീരത്തെ കൊണ്ട് അത് ഭുജിപ്പിക്കുന്നു. നമുക്കിനി ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അസൗ ഗുണമയൈർഭാവൈർഭൂതസൂക്ഷ്മേന്ദ്രിയാത്മഭിഃ സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുങ്ക്തേ ഭൂതേഷു തദ്ഗുണാൻ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മഭി അത് ചേർത്ത് വായിക്കുക. അതുപോലെ ഗുണമയൈർഭാവൈർ അതും ചേർത്ത് തന്നെ വായിക്കുക. ഇവിടെ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മഭി എന്ന് പറയുന്നിടത്തൊരു വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 34-ാമത്തെ ശ്ലോകമാണ്. ഭാവയത്യേഷ സത്വേന ലോകാൻ വൈലോകഭാവന
ലീലാവതാരാനുരതോ ദേവതിര്യങ് നരാദിഷു ഭാവയത്യേഷ സത്വേന. ഭാവയതി ഏഷ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഭാവയത്യേഷ. ഏഷ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഭഗവാൻ ഭാവയതി എന്ന് പറഞ്ഞാൽ പാലിക്കുന്നു. സത്വേന, തൻ്റെ സത്വഗുണം കൊണ്ടാണ് ഈ ലോകത്തെയൊക്കെ ഭഗവാൻ പരിപാലിക്കുന്നത്. ലോകാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകങ്ങളെ. വൈ ലോകഭാവന, ലോകങ്ങളെയൊക്കെ അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുന്നു. ലോകത്തെ പരിപാലിക്കുന്നു, ലോകങ്ങളെയൊക്കെ അഭിവൃദ്ധിപ്പെടുത്തുന്നതും ഭഗവാൻ തൻ്റെ സത്വഗുണം കൊണ്ടാണ്. ലീലാവതാരാനുരതോ, ഭഗവാൻ തൻ്റെ ഈ ലീലാവതാരത്തെ സ്വീകരിക്കുവാൻ ഇഷ്ടമുള്ളവനായിട്ട്, അതായത് ഈ ലീലകളെ ഭഗവാൻ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ സൃഷ്ടികർമ്മങ്ങൾ ഈ പ്രപഞ്ചങ്ങളെയൊക്കെയും സൃഷ്ടിച്ചതിന് ശേഷം കാലമെത്തുമ്പോൾ പ്രളയത്തെ സൃഷ്ടിക്കുന്നതും ഒടുവിൽ ഭഗവാനിൽ ലയിപ്പിക്കുന്നു. പിന്നെയും ഭഗവാൻ തൻ്റെ ലീല തുടരുന്നു, വീണ്ടും സൃഷ്ടികൾ ചെയ്യുന്നു, വീണ്ടും ഇത് തന്നെ. അതിൻ്റെ കാലം എത്തുമ്പോൾ പ്രളയത്തോടുകൂടി എല്ലാം ഭഗവാനിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഇത് സൃഷ്ടിക്കുവാൻ, ഈ ഒരു ലീലയെ ഭഗവാന് സ്വീകരിക്കുവാൻ ഇഷ്ടമുള്ളത് കൊണ്ടെന്നോണം ഭഗവാൻ വീണ്ടും ഈ ലോകങ്ങളെയൊക്കെ തൻ്റെ സത്വഗുണം കൊണ്ട് ലോകങ്ങളെ സൃഷ്ടിക്കുന്നു, അതുപോലെ പരിപാലിക്കുകയും ചെയ്യുന്നു. ദേവതിര്യങ് നരാദിഷു, ദേവന്മാർ, തിര്യക്കുകൾ എന്ന് പറഞ്ഞാൽ പക്ഷികൾ, അതായത് ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ അതിന് ഹൊറിസോണ്ടലായിട്ട് ട്രാവൽ ചെയ്യുന്ന, ശരീരത്തെ അങ്ങനെ വെച്ച് ട്രാവൽ ചെയ്യുന്നത് പക്ഷികൾ. അപ്പോൾ അങ്ങനെയുള്ള ദേവന്മാർ, പക്ഷികൾ, നരന്മാർ എന്ന് പറഞ്ഞാൽ നരാദിഷു, അതായത് മനുഷ്യർ ആദിയായിട്ടുള്ളവരെയൊക്കെയും ഭഗവാൻ വീണ്ടും സൃഷ്ടിക്കുന്നു, വീണ്ടും തൻ്റെ സത്വഗുണം കൊണ്ട് അവയെ വീണ്ടും പരിപാലിക്കുന്നു, കാലം എത്തുമ്പോൾ അവയെ വീണ്ടും തന്നിൽ ലയിപ്പിക്കുന്നു, വീണ്ടും സൃഷ്ടിക്കുന്നു. ഭഗവാന്റെ ഒരു ലീലയാണിത് എന്ന് പറയുകയാണ്. അത് ഭഗവാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഈ ഒരു ലീല ഭഗവാൻ ഇങ്ങനെ വിളയാടിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയണം. അതായത് എത്രയോ സൃഷ്ടികൾ ഒരു പക്ഷേ ഈ പ്രപഞ്ചത്തിന് തന്നെ കഴിഞ്ഞിട്ടുണ്ടാകാം, എത്രയോ തവണ വീണ്ടും അത് ഭഗവാനിൽ ലയിച്ചിട്ടുണ്ടാവാം, അറിയില്ല. എല്ലാം അറിയുന്ന ഭഗവാന് മാത്രമേ അതിൻ്റെ പൊരുൾ അറിയൂ. ഭഗവാൻ വീണ്ടും വീണ്ടും ഈ സൃഷ്ടിയും സംഹാരവും ലയനവും ഇതുമൊക്കെ പരിപാലനവും ഒക്കെ അങ്ങനെ ഒരു ലീല എന്നോണം ഭഗവാൻ നടത്തിക്കൊണ്ടു പോവുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഭാവയത്യേഷ സത്വേന ലോകാൻ വൈലോകഭാവന ലീലാവതാരാനുരതോ ദേവതിര്യങ് നരാദിഷു. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭാവയത്യേഷ, ഭാവയതി ഏഷയാണ്. ത്യ എന്ന അക്ഷരത്തിൻ്റെ ഏകാരം നീട്ടിയെടുക്കുക. അതുപോലെ ലോകഭാവന, ഇവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ ലീലാവതാരാനുരതോ, ഇങ്ങനെയുള്ള ഈ ലീല അവതാരാനുരതോ, അതിൽ രതിയുള്ളവനായിട്ട് തൽപരനായിട്ട്, ദേവതിര്യങ് നരാദിഷു, തിര്യങ് എന്ന് പറയുന്നിടത്തെ വാക്കുകളെ സൂക്ഷിച്ച് വായിക്കുക. ഇത് ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു അധ്യായവും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഒന്ന് അർത്ഥവിചാരം ചെയ്ത് സമർപ്പിക്കുകയാണ്. ഭഗവാനെ അവിടുന്ന് സ്വീകരിക്കണമേ എന്ന അപേക്ഷയോടുകൂടി, തെറ്റുകുറ്റങ്ങൾ പൊറുക്കണമേ എന്ന അപേക്ഷയോടുകൂടി ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷീയോപാഖ്യാനേ ദ്വിതീയോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അടുത്ത സത്സംഗത്തിൽ നമുക്ക് ഈ ഒരു അധ്യായം സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാമെന്ന് കരുതുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.